അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് കയ്യിലിട്ടോളൂ. ആ അപ്പൊ ഇതിന് ക്രിസ്റ്റലിന്റെ കാര്യം പേര് പറഞ്ഞില്ല. അപ്പൊ ഈ ക്രിസ്റ്റലിന്റെ പേരുകൾ ഇത് ലാപ്പിസ് ലസൂലി എന്ന് വെച്ചാ അത് ത്രോട്ട് ചക്രനെ പ്രൊമോട്ട് ചെയ്യും. ത്രോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയുടെ അവിടെ ഉള്ള ശബ്ദം നല്ലതായിരിക്കും. എന്റെ ഇച്ചിരി നല്ല ശബ്ദം. ശബ്ദത്തിന് മാത്രല്ല, ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നല്ലതാവാൻ, എക്സ്പ്രസ് ചെയ്യാൻ, നമ്മൾക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്റെ കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യണം. ഉള്ളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ശരിയായിട്ട് എന്റെ ഇഷ്ടത്തിന് ഞാൻ പറഞ്ഞു, അത് മനസ്സിലാക്കുന്നത് നീ അപ്പുറത്താളെ മനസ്സിലാക്കുന്നത് നേരെ ഓപ്പോസിറ്റ് അർത്ഥത്തിലായിരിക്കും. ഞാൻ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോ പറഞ്ഞിരുന്നേ, നീ വിചാരിക്കുന്നത് നെഗറ്റീവായിട്ട്. അപ്പൊ അവിടെ പ്രശ്നമായി, പിന്നെ അത് റിലേഷൻഷിപ്പ് ഇഷ്യൂലേക്ക് പോകും. അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ വരുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം. ഒരർത്ഥത്തില് പറഞ്ഞു, മറ്റേ ആള് വേറെ അർത്ഥത്തിൽ അത് സ്വീകരിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ കറക്റ്റ് ആയിട്ട് എനിക്ക് ചിലപ്പോ ചില ആൾക്കാർക്ക് ഞാൻ നിന്നെ തല്ലൂടാന്ന് പറയുന്നത് ചിലപ്പോ അത് തമാശ രീതിയിലായിരിക്കും, ചിലപ്പോ അത് എടുക്കുന്നവൻ അത് നാളെ അവൻ എന്നെ തല്ലു, അവനപ്പം നാളെ തീർത്തേക്കാം എന്ന്. പിന്നെ കണ്ടിട്ടില്ലേ ചില ടീച്ചർമാര് പഠിപ്പിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് കുറച്ചവര് പറഞ്ഞു തരുന്നുണ്ടാവുള്ളൂ, പക്ഷെ പെട്ടെന്ന് മനസ്സിലാവും. ചില ടീച്ചർമാർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും, ഒക്കെ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പോണത്. അത് മൊത്തം അവരുടെ ത്രോട്ട് ചക്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ക്രിയേറ്റിവിറ്റി സിനിമ നടന്മാർ, ഈ കലാകാരന്മാരുടെ ത്രോട്ട് ചക്ര നല്ല ആക്റ്റീവ് ആയിരിക്കും. പിന്നെ ഈ രാഷ്ട്രീയക്കാര് അവരൊക്കെ തൊണ്ടോണ്ട് ജീവിക്കുന്നവരാണല്ലോ. അതിന് ഇത് പിന്നെ ഇത് ഹെമറ്റൈറ്റ് എന്ന് പറയും. ഹെമറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഗ്രൗണ്ടിങ്ങിന്, ഗ്രൗണ്ടിങ് മൂലാധാര ചക്രത്തിന്റെ സപ്പോർട്ട്, സ്ട്രെസ് ഒക്കെ റിലീസ് ചെയ്യാൻ ഇത് വളരെ നല്ലതാട്ടോ. എനിക്ക് ചില സമയത്ത് വല്ലാതെ സ്ട്രെസ് ഉണ്ടാവും, അല്ലെ സോറി സ്ട്രെസ് ഉണ്ടാവും. ഇത് ബ്ലാക്ക് ടർമലൈൻ, അത് മൂലാധാരം തന്നെ, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ തരും നമുക്ക് നെഗറ്റീവ് എനർജികളിൽ നിന്ന്. അതിന് പ്രൊട്ടക്ഷൻ. ഞാൻ ചോദിക്കട്ടെ, ഈ നെഗറ്റീവ് എനർജി എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? അതും നമ്മൾ കുറച്ച് അട്രാക്ട് ചെയ്ത് കൊടുക്കും. നമ്മുടെ എനർജി ലോ ആവുമ്പോ അവർക്ക് വരാൻ സുഖാണ്. എങ്ങനെ നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കും എന്ന് പറയില്ലേ, നമ്മളൊന്ന് പേടിക്കുക. ഇപ്പൊ മാനിഫെസ്റ്റേഷൻ ചെയ്യാണ് നമ്മള്, ഇപ്പൊ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യാണ്. ആ മാനിഫെസ്റ്റ് ചെയ്യുമ്പോ ആ പണം നമ്മൾ ആകർഷിച്ചു. അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും നെഗറ്റീവ് ആകർഷിക്കും, അല്ലെങ്കിൽ ഡെവിളിനെ ആരെങ്കിലും ആകർഷിക്കുമോ? എന്നെ ആൾക്കാർ മിക്കവരും അവരെനിക്ക് പണി ചെയ്യുന്നുണ്ട്, ഇവരെനിക്ക് പണി ചെയ്യുന്നുണ്ട്. ഒരു ക്ലയന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ അപ്പുറത്ത് വീട്ടിലുള്ള ഒരു പുറത്തേക്ക് പോയിട്ടുണ്ട്, അവര് പോണത് മെയിൻ ഇങ്ങനെ ഈ അമ്പലത്തിലേക്ക്, അത് എനിക്ക് പണി ചെയ്യാനാ. എന്തിനാ ചിന്തിക്കണ എനിക്ക് പണി ചെയ്യാനാ, അപ്പൊ എന്താ അവര് ചെയ്യണ്ട, ആ പരിസരത്ത് തന്നെ ഏതെങ്കിലും നെഗറ്റീവ് വൈബ്സ് ഉണ്ടെങ്കിൽ അത് തന്നെ ഇങ്ങോട്ട് പോകും. അങ്ങനെ നമ്മുടെ അതാ ഞാൻ പറഞ്ഞേ, പകുതി നമ്മള് അപ്പൊ ആദ്യം തന്നെ നമ്മൾ തന്നെ വിചാരിക്കാൻ നമ്മൾ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ്, എനിക്ക് അനുകൂലമായ എനർജി മാത്രമേ എന്നിലോട്ട് വരൂ എന്നുള്ള ഒരു തോട്ട് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാണ്. അടുത്തത് ഇതാണ് കാർണേലിയൻ. കാർണേലിയൻ നമ്മുടെ സ്വാധിഷ്ഠാന ചക്രം, സാക്രൽ ചക്ര, മൂലാധാരത്തിന് തൊട്ടും മുകളില്. അതെന്തിനെ സ്വാധീനിക്കുന്ന ചക്രം? അത് നമ്മള് ഇപ്പൊ ജീവിതം ആസ്വദിക്കാനുള്ള കഴിവ്. അത് മാത്രല്ല, ഇപ്പൊ ഈ ഡിപ്രഷൻ ഒക്കെ ഉള്ള ആൾക്കാരുടെ സ്വാധിഷ്ഠാന ചക്രം വർക്ക് ആവുന്നുണ്ടാവില്ല, അവർക്ക് എന്ത് കണ്ടാലും ഒരു ഫീലും ഉണ്ടാവില്ല. പിന്നെ അത് മാത്രല്ല, ഈ സ്വാധിഷ്ഠാന ചക്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഓർഗൻസ് ആണെങ്കിലും യൂറിനറി ഗ്ലാൻഡ്, ബ്ലാഡർ, ജലതത്വമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സംഭവങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നത് സാക്രൽ ചക്ര. അതിനെ ആക്റ്റീവ് ആക്കുന്ന ക്രിസ്റ്റലാണ് കാർണേലിയൻ. ഇപ്പൊ ഈ ഇമോഷൻസ്, സങ്കടം, ഏത് ഇമോഷൻസും അത് ബാലൻസ് ചെയ്യാനായിട്ട്, അതാ ഞാൻ പറഞ്ഞ ഡിപ്രഷൻ ഉള്ളവരുടെയൊക്കെ സാക്രൽ ചക്ര സ്റ്റക്ക് ആയിരിക്കും. അതിനൊക്കെ കാർണേലിയൻ ആക്റ്റീവ് ആക്കാനൊക്കെ നല്ലതാണ് കാർണേലിയൻ.
അപ്പൊ ഒരു ലവ് അഫെയർ ഒക്കെ ഫെയിൽ ആയി പോയി കഴിഞ്ഞ് ഡിപ്രഷന്റെ സ്റ്റേജിലേക്ക് പോകുന്നവര് ഈ കാർണലിയൻ ഓർമ്മ മേടിച്ചിട്ട് ഇതിനേക്കാളും കൂടുതൽ ഞാനപ്പോ വേറെ കോമ്പിനേഷൻ ഒക്കെ ആക്കി കൊടുക്കാറുണ്ട്. കോമ്പിനേഷൻ എന്തൊക്കെ ഇങ്ങനെ പുറത്ത് പറഞ്ഞിട്ട് ശരിയാകും അതാണ് പറയണ്ട, ട്രേഡ് സീക്രട്ട് ആണ്. ഓക്കെ ഓക്കെ. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെയാണ്. അതെന്തിനാ അപ്പൊ ചെറുതിടണേ? അത് ഭംഗിക്കാക്കി ചെയ്ത് ഭംഗിക്കാക്കി പല മോഡലും പല ഷേപ്പിലും ഇപ്പൊ ക്രിസ്റ്റൽ. അല്ല, ഞാൻ വിചാരിച്ചു വലിപ്പം കൂടുന്നവരും അതിന്റെ പവർ ശക്തി കൂടുമായിരിക്കുന്നേ. സിട്രിൻ. സിട്രിൻ എന്ന് വെച്ചാ ഇതാണ് സിട്രിൻ, നമ്മുടെ മണിപ്പൂർ ചക്രം ആക്റ്റീവ് ആക്കാൻ. മർച്ചന്റ് സ്റ്റോൺ എന്ന് ഇതിനെ പറയും. മർച്ചന്റ് സ്റ്റോൺ വ്യാപാരികൾക്കൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന, മണിക്ക് പ്രോസ്പെരിറ്റിക്കൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ക്രിസ്റ്റലാണ്. ഇതിന്റെ ഫേക്ക് ഒരുപാട്, ഇത് പ്യുവർ യെല്ലോ ആയിട്ട് വരും. ഇത് അതിന്റെ നാച്ചുറൽ രൂപാണ്. ഇതിന്റെ റോ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ക്രിസ്റ്റലാണ് ഇത്. ഇതല്ലേ? ഓ ഓ കാണിച്ചു അവിടെ. അപ്പൊ ഇതാണ് എന്താണ് സിട്രിൻ. ഇത് നമുക്ക് നെറ്റിലൊക്കെ നോക്കുമ്പോ പ്യുവർ മഞ്ഞ, അത് ഗ്ലാസ് ബീഡ്സ് യെല്ലോ കയറ്റിയിട്ട് വരുന്നുണ്ട്. അതുപോലെ വേറെ ഇത് ഞാൻ പറഞ്ഞല്ലോ മർച്ചന്റ് സ്റ്റോണ് പ്രോസ്പെരിറ്റിക്കും കാര്യങ്ങൾക്കും നമ്മുടെ സോളാർ പ്ലക്സസ് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് മാലാക്കൈറ്റ്. മാലാക്കൈറ്റ് പച്ച കളർ. ഇതിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്ടം പോലെയാണ്. ഇത് നല്ല വിലയുള്ള ക്രിസ്റ്റലാണ്. ഇതും ഹാർട്ട് ചക്രയ്ക്ക് നല്ലതാ, പിന്നെ ഹെൽത്ത് ഇഷ്യൂസിന് വളരെ നല്ലതാ, മണിക്കും നല്ലതാ. അപ്പൊ എല്ലാത്തിനും കൂടി കോമ്പിനേഷൻ ആക്കി തന്നതായിരിക്കും ഈ ക്രിസ്റ്റൽ. ബ്ലാക്ക് തെർമലൈനും പൈറേറ്റും മണിക്കും കൂടിയിട്ടാ. അപ്പൊ ഈ മണിക്കപ്പൊ എങ്ങനെയാണെങ്കിൽ ഈ സാധനം ഇതിട്ടാ പോരെ? മണിക്ക് നമ്മൾ ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പൈറേറ്റ്, ഈ സിട്രീന്, ഗ്രീൻ അവഞ്ചറിൻ, ടൈഗർ ഐ, ഇത് മൊത്തം മണി പ്രോസ്പെരിറ്റി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതാ. അതിന്റെ മൊത്തം കോമ്പിനേഷൻ ആയിട്ട് മണി മാഗ്നറ്റ് അഥവാ അല്ലെങ്കിൽ അബൻഡൻസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അപ്പൊ അതിന്റെ പരിപാടികൾ. അപ്പൊ ഇത് ക്രിസ്റ്റൽ ഹീലിംഗ് അപ്പൊ ഏത് തരത്തില് എങ്ങനെ ഉപയോഗിക്കാം? ക്രിസ്റ്റൽ ഹീലിംഗ് നമ്മൾ ഓരോ ക്രിസ്റ്റലും പ്രോഗ്രാം ചെയ്തിട്ടാണ് കൊടുക്കുക. ഇപ്പൊ ആളുടെ ഇഷ്യൂ എന്താണോ, ക്രിസ്റ്റലുകളുടെ പ്രത്യേകത നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാം, പ്രോഗ്രാം ചെയ്യാം. അതിന്റെ വർക്ക് പ്രോഗ്രാം ചെയ്യാവുള്ളൂ. ഇയാളുടെ ലൈഫില് സമ്പദ് സമൃദ്ധി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ക്രിസ്റ്റലുകൾ ഹീൽ ചെയ്യാണ്ടിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നമുണ്ടോ? ഹീൽ ചെയ്യാണ്ടിട്ട് നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി അതെനിക്ക് വർക്കാവും എന്ന് പറഞ്ഞിട്ട് ഇട്ട് അത് വർക്കാവും. അപ്പൊ ഈ വർക്ക് ചെയ്യാനുള്ള കഴിവില്ലാത്തവർക്കാണ് ഈ ഹീൽ ചെയ്ത് കൊടുക്കുക ആവശ്യം. അല്ലാത്തവർ കടയിൽ നിന്ന് മേടിച്ചാലും മതി. പക്ഷേ ഈ ക്രിസ്റ്റലുകള് ഇപ്പൊ എനിക്ക് ടച്ച് ചെയ്യാൻ തന്നു, ഇതേപോലെ മറ്റുള്ളവർക്കും ടച്ച് ചെയ്യാൻ കൊടുക്കും ഇല്ലേ, ഇട്ടോക്കാൻ. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോ അവരുടെ എനർജി അതിലോട്ട് പോരും. അവര് നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് അതും അതിനകത്ത് വരും. അപ്പൊ അതിന്റെ വർക്ക് എല്ലാം താഴ്ന്നു പോവും. ഇപ്പൊ ഈ കടകളിൽ ഞാൻ ഇന്നാളെ എന്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങാൻ പോയതാ ജ്വല്ലറിയില്. അപ്പൊ നോക്കിയപ്പോ ഇഷ്ടംപോലെ ക്രിസ്റ്റൽസ് ഇരിക്കണം. അപ്പൊ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചത് എന്താ ചേട്ടാ, ആ മോള് എടുത്തു നോക്കിക്കോ ഏതാ ഇഷ്ടം. അപ്പൊ അവിടെ വരുന്നവര് മൊത്തം ആ ക്രിസ്റ്റൽ എടുത്തു നോക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളത് വാങ്ങിക്കൊണ്ടുപോയിട്ട് ഇടണേ. അപ്പൊ അതിന്റേതായ റിസൾട്ട് കിട്ടില്ല. പിന്നെ ഞാൻ അവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് ഇരിക്കണേ. ഞാൻ അതിൽ നോക്കുമ്പോ സിട്രിൻ ഒറിജിനൽ അല്ലായിരുന്നു, പിന്നെ ക്ലിയർ ക്വാർട്സ് ഒറിജിനൽ അല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ആളോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ക്രിസ്റ്റലിന്റെ ആളാണ്, ഈ സംഭവങ്ങൾ ഒറിജിനൽ അല്ല. അപ്പൊ ആള് അയ്യോ മോളെ അതിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. ഈ സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്തുള്ള ജെമോളജിക്കൽ ലാബിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തോളാം. ഇത് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ തൃശ്ശൂര് IDG ഡയമണ്ട് ടെസ്റ്റ് ചെയ്യുന്നിടത്ത് ടെസ്റ്റ് ചെയ്തിട്ടാ കൊടുക്കുന്നത്. നല്ല രസമുള്ള ക്രിസ്റ്റലുകൾ വേറെ ഉണ്ട്. അപ്പൊ ഇത് ഈ ക്രിസ്റ്റൽ ഇത് എന്റെ ഇല്ലല്ലോ, ഈ റോസ് കളർ. ഇതാണ് റോസ് ക്വാർട്സ്. അപ്പൊ അതെന്തിനാ? അത് ഹാർട്ട് ചക്ര, സ്നേഹം. എനിക്കപ്പോ ഇഷ്ടംപോലെ സ്നേഹമുണ്ടെന്നാണ് പറയണേ. ലോഡ് നടക്കുന്ന സ്നേഹമുണ്ട്. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ലവേഴ്സ് ആയിരിക്കും എന്നെ വിളിക്കുക. പക്ഷെ അങ്ങനെയല്ല, സ്നേഹം എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരുമായിട്ടുള്ള സ്നേഹത്തിനെയാണ് കേട്ടോ. എനിക്കപ്പോ ഇതിന്റെ ആവശ്യമില്ല. നിനക്ക് ഇത് എത്ര എണ്ണം
നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വേണല്ലോ. അപ്പൊ സ്നേഹത്തിന് ഹാർട്ട് ചക്രയ്ക്ക് ഓൾറെഡി പച്ചയുണ്ട്. അപ്പൊ വേറെ പറയുകയാണെങ്കിൽ തരും. അപ്പൊ ഈ ക്ലിയർ ആയിട്ടുള്ള ഇത് അതാണ് ക്ലിയർ കോഡ്സ് അഥവാ സ്ഫടികം. മറ്റേ മോഹൻലാലിന്റെ സിനിമയ്ക്കകത്ത് SC ലോറിക്കകത്ത് കെട്ടി തൂക്കിയിടുന്ന സാധനം ചെയ്താട്ടോ. ഇത് സ്ഫടികം തന്നെയാ. ഇത് മറ്റേ ക്ലിയർ സ്ഫടികം. ഇത് മറ്റേ ഷേപ്പ് ഒക്കെ ചെയ്ത് ഇതൊക്കെ വരുമ്പോ ഇങ്ങനെയാവും. ഇതിന്റെ ഫേക്ക് കിട്ടുന്നുണ്ട്. ഇത് ഫുള്ള് ഇത് സൂക്ഷിച്ചു നോക്കിയൊക്കെ അതിനകത്ത് അത്ര ക്ലിയർ ആയിരിക്കില്ല. ചെറിയ പൊട്ടും പൊടിയലും ഒക്കെ ഉണ്ടാവും. ഇത് കടകളിൽ മൊത്തം നല്ല ഭംഗിയിൽ ക്ലിയർ ആയിട്ട് കിട്ടും. അത് ജസ്റ്റ് ഗ്ലാസ്സാ. ഇത് ഒറിജിനൽ ആണെന്ന് അറിയാന് ഇരുട്ടത്തെ 2 മുത്ത് കൂട്ടി വരച്ചാ മതി. ഇരുട്ടത്തോ? ചുമ്മാ വരച്ചാ മതിയോ? ചുമ്മാ അമർത്തി ഒന്ന് വരച്ചാ ലൈറ്റ് വരും. അത് നമുക്കൊന്ന് നോക്കാം എന്തായാലും ലൈറ്റ്. ഓക്കെ, ഇപ്പൊ ലൈറ്റ് ഒക്കെ കിടത്താൻ പറ്റില്ല, അത് കാരണം കൊണ്ടാ. ഓക്കെ, അപ്പൊ ഇതോ? അതാണ് ടൈഗർ ഐ. ഇത് പ്രൊട്ടക്ഷനും പ്രോസ്പെരിറ്റിക്കും നമ്മുടെ സാക്രൽ ആൻഡ് സോളാർ പ്ലക്സസിനും ആക്റ്റീവ് ആക്കാനും ഈ ക്രിസ്റ്റൽ നല്ലതാ. ടൈഗർ ഐ അതിന്റെ ഒറിജിനൽ റോ ഈ ഒരു സ്റ്റോണിനെയാണ് ഈ നിലയ്ക്കാക്കി എടുക്കുന്നത്. ഇതെന്റെ വീടിന്റെ അടുത്തുണ്ടല്ലോ. ഇത് ഞങ്ങള് ഇടയ്ക്ക് പോകുന്ന നേരത്ത് ഈ മീൻ പിടിക്കാൻ പോകുമ്പോഴേ മണ്ണിരേനെ കുത്തുമ്പോ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇതിന്റെ ഇത്രയും കട്ടിയില്ല. ഈ വേറെ മോഡല് സാധനം ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇതുപോലൊക്കെ ഉണ്ട്. അത് പിന്നെ വേറെ അല്ല, അത് ഈ ഇതുപോലെ ഷേപ്പ് ആക്കാൻ പറ്റില്ലേ, വലിയ മതിച്ച കല്ല് പോലെ ഇരിക്കണ. ഓക്കെ. അപ്പൊ അത് അതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന. ഇതോ? അത് മൾട്ടി ഫ്ലൂറൈറ്റ് എന്ന് പറയും. അത് സ്റ്റുഡൻസിനാണ് ഏറ്റവും നല്ലത്. ഫോക്കസ്, കോൺസെൻട്രേഷൻ, പഠിച്ചത് ഓർമ്മ നിൽക്കാന്. അപ്പൊ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും ഈ സ്റ്റഡി ബ്രേസ്ലെറ്റ് കൊടുക്കുമ്പോ അതിലത്തെ ഒരു മെയിൻ ക്രിസ്റ്റലാണത്. അല്ല, ഞാനപ്പോ കേട്ടിട്ടുണ്ട് ഈ പഠിക്കാൻ കുറച്ച് പിന്നോട്ടുള്ള കുട്ടികൾ പരീക്ഷാ വിജയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണനെ ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞാക്കുന്നുണ്ട്. കൃഷ്ണനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ കല്ലിന്? ഇതില് നമ്മള് റിലീജിയൻ കൊണ്ടിട്ടില്ല. ഇല്ല. ഇത് നമ്മള് റേക്കി എനർജി കൊടുത്ത് ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തു കൊടുക്കും. കൃഷ്ണമന്ത്രം ചൊല്ലുന്നത് നല്ലത് തന്നെയാ. ഏതൊരു മന്ത്രമുണ്ട്, വിദ്യാഗോപാല മന്ത്രം. അത് പഠിക്കുന്ന വിദ്യാഗോപാല മന്ത്രം പോലുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ മന്ത്രദീക്ഷ എടുക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ എന്താ പറയാ, അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ അതിനെന്താ പറയും, മറന്നുപോയി. അപ്പൊ അതൊക്കെ പഠിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതെ, ഓം നമോ നാരായണ, അത് മതി ഹിന്ദുക്കളുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് ഇതാണ് സുലൈമാനി ഹക്കീക്ക് എന്ന് പറയും. സുലൈമാനി ഹക്കീക്ക് നമ്മള് മലപ്പുറത്തൊക്കെ ഇത് നമുക്ക് പ്രൊട്ടക്ഷന് നല്ലതാ. ശനിദോഷം, രാഹു കേതു, സർപ്പദോഷ, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ക്രിസ്റ്റലാ. ശനിദോഷത്തിനൊക്കെ അല്ലേ? ഇതിന്റെ ഒരു പാറ്റേൺ കാണുമ്പോൾ തന്നെ ശനിയായിട്ടുള്ള ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞതാണ്. ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ നല്ലതാണ്. അപ്പൊ ശനി എന്ന് പറഞ്ഞാൽ ശനിയുടെ അപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി നമുക്ക് തരുന്ന കർമ്മല്ലേ, കാർമിക് ബലം. അപ്പൊ ഈ കാർമിക് ബലം നമ്മൾ അനുഭവിക്കണ്ട. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എള്ളുതിരി കത്തിക്കണം അമ്പലത്തിൽ. അതാണോ കർമ്മ? നമുക്ക് അത് എളുപ്പമാർഗം ആവാന്ന്. നമ്മളെല്ലാം വിചാരിക്കണ്ട നല്ല പണി കിട്ടുന്നു മുന്നേ വിചാരിച്ച് പണി വാങ്ങി എടുക്കണ്ട. എനിക്ക് ഈ ടൈം നല്ല രീതിയിൽ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതിനുള്ള ഒരു സപ്പോർട്ടായിട്ട്. അതെ, ഇതൊരു മഴ പെയ്യുമ്പോ നനയാതിരിക്കാൻ വേണ്ടിട്ട് കൊടയായിട്ട് ബ്രേസ്ലെറ്റ്. എല്ലാ കാര്യങ്ങളും അത് അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിച്ചേ പറ്റും. പക്ഷെ അതിനൊരു തട. പിന്നെ നമ്മുടെ ആ ചിന്താരീതി നന്നായിട്ട് മാറല്ലേ, അപ്പൊ തന്നെ ലൈഫിൽ മാറ്റം വരും. ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നു. വളരെ നെഗറ്റീവ്. എപ്പം നോക്കില്ല എനിക്ക് മാത്രം എന്തെങ്ങനെ, എനിക്ക് മാത്രം എന്തെങ്ങനെ, അങ്ങനത്തെ ഒരു 9.5 വർഷത്തോളം എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ഇതാണ് ചിന്തിച്ചു കൂട്ടാണ്. ഉള്ള മെഡിസിൻ, ഇംഗ്ലീഷ്, മലയാളം മെഡിസിൻ, യുനാനി, ഹോമിയോ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. അവസാനം ഇപ്പൊ ഡെയിലി പെയിൻ കില്ലറായി. അത് പിന്നെ 2-3 എത്തി തുടങ്ങി. എണീക്കുമ്പോ തന്നെ ഇങ്ങനെ കള്ള് കുടിച്ച അവസ്ഥയാണ്.
ആ ടൈമിലാണ് എൻ്റെ ഒരു കസിനാണ് ആദ്യം പഠിച്ചത്. കസിൻ വിളിച്ചു പറയാ, നീ എന്തായാലും ഇങ്ങനെ മരുന്നും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഒന്ന് റേക്കി പഠിക്കി. അപ്പോഴും ഞാൻ ഫസ്റ്റ് റേക്കി പഠിച്ചിട്ട് എങ്ങനെ അസുഖം മാറണ അങ്ങനെ ഒരു മന്ത് നീട്ടിക്കൊണ്ടേ. പിന്നെ ഒരു തോന്നല് എന്തായാലും പഠിക്കന്നെ. പഠിച്ച് പിന്നെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യും. അല്ല, ഭയങ്കര വിശ്വാസമാണ്, അത് മാറും, ആ ഉള്ളൊരു ഉറപ്പുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ റേക്കിയും പഠിച്ചത്. റേക്കി പഠിച്ച് 4-ാമത്തെ ദിവസം എനിക്ക് മൈഗ്രെയിൻ വരുന്നു. അപ്പൊ ഞാന് ഹസ്ബൻഡ് ഉണ്ട്, ആള് വേഗം മരുന്നൊക്കെ എടുത്തു തന്നു, കഴിച്ചോ. അപ്പൊ ഞാന് കഴിക്കാൻ പോയിട്ട് വേണ്ട, റേക്കി റേക്കി ഉണ്ടല്ലോ ഇപ്പൊ, വേഗം അതവിടെ വെച്ച് റേക്കി പ്രയർ പറഞ്ഞ് തലയിൽ ഇങ്ങനെ കൈവച്ച് കിടന്നു. മൈഗ്രെയിൻ വന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല എനിക്ക്, ഛർദിയും ബഹളാണ്. പക്ഷെ എന്തൊരു മിറാക്കിള് പോലെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ എണീക്കുമ്പം തലവേദന ഇല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഞാൻ അപ്പ തന്നെ എന്റെ ഗുരുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അത്ഭുതാണത്. നമ്മളത്രക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ആങ്ങളേരെ റിസപ്ഷൻ പോലും കണ്ടിട്ടില്ല മൈഗ്രെയിൻ വന്ന് കിടന്നത്. അപ്പം എനിക്കിത് ഭയങ്കര അത്ഭുതം തന്നെയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ സ്വഭാവത്തിലും ഭയങ്കര ദേഷ്യമായിരുന്നു. ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചേക്കുന്നത് എൻ്റെ മക്കളാണ്. അപ്പൊ പിന്നെ എന്റെ ആ ക്യാരക്ടറിന് മാറ്റം വന്നു. ഞാൻ മൊത്തത്തില് ചേഞ്ച് ആയി. അപ്പൊ എന്റെ മാറ്റം കണ്ടിട്ട് എന്റെ അച്ഛൻ, അമ്മ, ആങ്ങള, എന്റെ ഫാമിലിയിൽ തന്നെ ഫ്രണ്ട്സ് ഒരു 20ഓളം പേര് റേക്കി പഠിച്ചിട്ടുണ്ട്. ഈവൻ എന്റെ മോള് പോലും റേക്കി പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ടീച്ചറായി. ടീച്ചറാവാന് ഇതിന് വല്ല എന്തെങ്കിലും സ്റ്റെപ്പുകളുണ്ടോ? റേക്കി പല ലെവൽ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ലെവല്. അത് കഴിഞ്ഞിട്ടാണ് മാസ്റ്റർ ടീച്ചർ. അതിൻ്റെ ഉള്ളില് എൻ്റെ ഗുരു നമ്മളെത്ര പേരെ ഹീൽ ചെയ്തു, ആൾക്കൊരു ലെവൽ, ആള് നോക്കും, നമ്മളെ നോക്കിയിട്ടേ തരുള്ളൂ. നമ്മളതിന് യോഗ്യരായോ അല്ലാണ്ട് ചുമ്മാ കൊടുക്കില്ല. അല്ല, ഇപ്പൊ റൈക്കി പഠിക്കണമെന്നുണ്ടെങ്കിൽ ആർക്കും പഠിക്കാം. ടീച്ചർ ആവണം എന്നുള്ളത് ആ ഗുരുവ തീരുമാനിക്കും. ടീച്ചർ ആവണം, നമ്മൾ അതിന് യോഗ്യത. അല്ല, ഞാനിപ്പോ റൈക്കി ചുമ്മാ ചോദിക്കുകയാണ്, ഞാനിപ്പോ ഒരു റൈക്കി ഹീലറാണ്, എന്നെ ടീച്ചറാക്കാൻ പറ്റുമോ? ഇല്ല, എനിക്ക് അതിനുള്ള കഴിവില്ലേ. എത്ര പേരെ ഹീൽ ചെയ്തു അത് അവർക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഗുരുവിന് എന്റെ അടുത്ത് കഴിഞ്ഞ കൊല്ലം തൊട്ട് പറയണ്ട ആവോ. അപ്പോഴും എനിക്കാണ് കോൺഫിഡൻസ് കുറവായിരുന്നേ, ഞാൻ ടീച്ചർ ആവാറായോ. അതുപോലെ എന്റെ അടുത്ത് ഒരു ക്ലൈന്റ്, കുറച്ച് പേരുണ്ട് മാഡം പഠിപ്പിച്ചാലേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ നീട്ടി കൊണ്ടുപോവാ. ഇതുപോലെ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പ്രോബ്ലംസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ അതിനെ ചുമ്മാ ഹീലൊന്നും ചെയ്തിട്ടില്ല, കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുള്ളൂ. അപ്പൊ തന്നെ ആ കുട്ടി പറഞ്ഞു എനിക്ക് റേക്കി പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന ആൾക്കാരുണ്ട് നമ്മുടെ അടുത്ത്, അവരുടെ അടുത്ത് പോയി പഠിച്ചോളൂ. പക്ഷെ ആ കുട്ടി പറഞ്ഞു ഇല്ല, ചേച്ചി എന്നെ പഠിപ്പിക്കണം. ഞാൻ ടീച്ചറല്ല, ചേച്ചി ആവുമ്പോ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി എനിക്ക് ഗുരുദക്ഷിണ ഇട്ടു. അതിലെനിക്ക് പേടി, ദൈവമേ പൈസ ഇടുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ സാറിന്റെ അടുത്ത് പറയുന്നത്, സാർ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, എന്താ ചെയ്യാ? സാറ് പറഞ്ഞു സമയായി, അതിനുള്ളതാ ഇതൊക്കെ. അങ്ങനെയാണ് പിന്നെ ദീക്ഷ എടുത്തത്. അപ്പൊ അങ്ങനെ ഇത് പഠിപ്പിക്കുന്നതിന് സ്റ്റെപ്പുകളുണ്ട്, അത് പഠിക്കാനും സ്റ്റെപ്പുകളുണ്ട്. ഇപ്പൊ ശ്രീ ചേച്ചി പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ പഠിപ്പിക്കുമ്പോ എത്ര നാളാണ് ഇത് പഠിക്കാനായിട്ട് എടുക്കണ്ടേ? റേക്കിയില് മറ്റുള്ള പഠിപ്പ് പോലെയല്ല. റേക്കി പഠനം എന്ന് പറഞ്ഞാൽ ആദ്യം ദീക്ഷ എടുക്കുക ചെയ്യുക. ദീക്ഷ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആ വരുന്ന ആളെ യൂണിവേഴ്സൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നു. അതേ ഒരു പാതയിലേക്ക്, അതായത് ഒരു കയറെ കെട്ടിയിട്ട് പോലെ ഇങ്ങനെ എന്ന് പറഞ്ഞ പോലെ ഇടുക. യൂണിവേഴ്സ് ആയിട്ടുള്ള കണക്ഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഇംബാലൻസ് ആയി കിടക്കാണ്. അത് കറക്റ്റ് ചെയ്ത് ട്യൂൺ ചെയ്ത് കറക്റ്റ് ചെയ്ത് തരുന്ന ഒരു റേഡിയോ കറക്റ്റ് ചെയ്ത് ട്യൂൺ ചെയ്ത് കൊടുക്കുന്ന പോലെ നമ്മള് ആ യൂണിവേഴ്സുമായിട്ട് നിങ്ങളെ കറക്റ്റ് ആയിട്ട് ചാനൽ ചെയ്ത് തരുന്നു. ആ ഒരു പ്രോസസ്സാണ് ഈ ദീക്ഷ എന്ന് പറയുന്നത്. അതിന് ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഉണ്ടുള്ളൂ. ആ നിമിഷം മുതൽ നിങ്ങൾ റേക്കിയുടെ വാഹകരാണ്. നിങ്ങൾ റേക്കി എന്ന് വിളിക്കുമ്പോ തന്നെ റേക്കി നിങ്ങളുടെ കൈകളിലൂടെ ഒഴുകാൻ തുടങ്ങും. പക്ഷെ നമ്മൾ അതിനെ ഒരു ബഹുമാനിക്കുന്ന രീതിയിൽ തന്നെ ഒരു പ്രയർ ഉണ്ട്, അത് പറഞ്ഞിട്ടാണ് വിളിക്കുക. പിന്നെ റേക്കിയുടെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഈ റേക്കി പ്രയർ പറഞ്ഞാൽ റേക്കി എനർജി എങ്ങനെയാ വർക്ക് ആവുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റ് എനർജി അത്
ക്രൗൺ ചക്ര വഴി തേർഡ് ഐ ത്രോട്ട് ഹാർട്ടിലെത്തും. പിന്നെ ലവ് എനർജി ഭൂമിയിൽ നിന്ന് നമ്മുടെ റൂട്ട് സേക്രല് സോളാർ വഴി ഹാർട്ടിലെത്തും. ഇത് രണ്ടും മിക്സ് ആയിട്ട് നമ്മുടെ കൈകളിലൂടെ പുറത്തേക്ക് വരിക. ഇത് നമ്മുടെ ശരീരത്തിലെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതിലോട്ട് കൈ വെച്ച് ആ റേക്കിയോട് ഒഴുകാൻ പറയണത് അത് മാത്രമേ വേണ്ടൂ. വളരെ സിമ്പിൾ ആണ്. അതാ ഞാൻ പറഞ്ഞ കൊച്ചുകുട്ടികൾക്ക് പോലും ചെയ്യാം. ഈ എനർജി എന്താ ചെയ്യണം, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ബ്ലോക്കുകളും നെഗറ്റിവിറ്റിയും റിമൂവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചക്രാസിൽ കൊടുക്കുമ്പോൾ ആ ചക്രാസിന്റെ ബാലൻസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ ഓരോ പോയിന്റ്സിലേക്കും ഒരു 2 to 3 minutes റേക്കി കൊടുക്കുക. ഇതാണ് റേക്കി ഹീലിംഗ് എന്ന് നമ്മൾ സെൽഫ് ഹീലിംഗ്. അതുപോലെ ആൾക്ക് രക്ഷപ്പെടാൻ സെൽഫ് ഹീലിംഗ് മതി. ഓക്കെ. അപ്പൊ ഈ സെൽഫ് ഹീലിംഗില് സാധാരണ ഒരു ആൾക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു വിഷമം വരികയാണ്, അതായത് ഒരു ഡിപ്രഷന്റെ സ്റ്റേജിലൂടെ പോവാണ്. അയാൾക്ക് ഇപ്പോൾ ഒരു റൈക്കി ഹീലർ ഉണ്ടായിരിക്കാം, അയാളെ ടീച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അയാളെ ഗൈഡ് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കാം. അയാളിപ്പോൾ ഒരു പെട്ടെന്നൊരു സാഹചര്യത്തിൽ വിളിച്ചിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയില്ല, വീട്ടിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവത്തിലൂടെ നടന്നു പോവാണ്. അയാൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പെട്ടെന്നുണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് പെട്ടെന്നൊന്ന് രക്ഷപ്പെടാൻ പറ്റിയ എന്തെങ്കിലും ഒരു പരിപാടി പറഞ്ഞുതരാം. പെട്ടെന്ന് ഇപ്പൊ ഡിപ്രഷൻ ഒന്നും പെട്ടെന്ന് വരുന്ന കാര്യമല്ല, അല്ല, അത് പതിയെ ഉണ്ടാവുന്ന, അതായത് ഒരു കൊച്ചു കുഞ്ഞുണ്ടായി വലുതായി വരുന്നവരെ അത് നമ്മൾ ഹീൽ ചെയ്ത് കുറച്ച്, ഞാൻ പറയുന്നത് ഇത് നമ്മളെ പെയിൻ കില്ലർ ആദ്യം തന്നെ റേക്കി ഒരു പെയിൻ കില്ലർ പോലെയല്ല വർക്കാവാ. അത് കുറച്ച് ടൈം എടുത്ത്, പിന്നെ നമ്മുടെ കർമ്മ എത്ര ബാക്കിയുണ്ടെന്ന് അറിയില്ല. ചിലപ്പോ കർമ്മ അവസാനിക്കാറാകുമ്പോഴോ നമ്മൾ ഇതിലോട്ട് വന്ന് പെടുത്ത് അവർക്ക് പെട്ടെന്നായിരിക്കും റിസൾട്ട്. ചിലർക്ക് കുറച്ചും കൂടി ടൈം എടുക്കും. നമുക്ക് പേഷ്യൻസ് വേണം. അതുപോലെ തന്നെ റേക്കിയില് ഒരു 5 പ്രിൻസിപ്പിൾ നമ്മൾ പാലിക്കാനുണ്ട്. അത് കറക്റ്റ് ആയിട്ട് അത് ഡെയിലി നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ഇന്നത്തേക്ക് ആ ദിവസം ചെയ്യേണ്ട കാര്യം മാത്രം കേട്ടാ. ഇന്നത്തേക്ക് ഞാൻ ദേഷ്യപ്പെടില്ല, ഇന്നത്തേക്ക് ഞാൻ വ്യാകുലപ്പെടില്ല, അതായത് ടെൻഷൻ അടിക്കില്ല. ഇന്നത്തേക്ക് ഞാൻ എൻ്റെ ജോലികളെല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്തു തീർക്കും. ഇന്നത്തേക്ക് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ നന്മകൾക്കും നന്ദി പറയും. ഇന്നത്തേക്ക് ഞാൻ എൻ്റെ എല്ലാ സഹജീവികളോടും സ്നേഹത്തോടും അനുകമ്പയോടും പെരുമാറും. ഇന്നത്തേക്ക് മാത്രം. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം. ഇന്നത്തേക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ഏതൊരു ചക്രത്തിനും സ്ലോ വരുമ്പോഴാണല്ലോ മടി ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അതേത് ചക്രം? അത് മൂലാധാരം. എന്റെ മൂലാധാരം വീക്കാ. അപ്പൊ നാളെ ആവട്ടെ ഞാൻ ഇതെല്ലാം ചെയ്യാൻ കുറച്ച് നമ്മൾ വിചാരിക്കണം എനിക്ക് നന്നാവണം. അതായത് ഇപ്പൊ എന്റെ അടുത്ത് പണ്ട് പള്ളിയിലച്ഛൻ പറഞ്ഞിട്ടുണ്ടേ, താൻ തന്നെ ശ്രമിച്ചാൽ പോരാ, അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവര് ഉന്തി ഒരു മരം കയറ്റുന്ന പോലെ തള്ളി കയറ്റിയാൽ പോരാ, തനിക്കും കൂടെ തോന്നണം താൻ അവിടെ കയറണമെന്ന്. അപ്പൊ ആ വഴി, ആ ഡോർ എനിക്ക് ഓപ്പൺ ചെയ്ത് തരാം. നടക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നമുക്ക് ഭക്ഷണം വായിൽ വെച്ച് തരാം, എനിക്ക് വന്ന് തനിക്ക് പകരം ഇറക്കി തരാൻ പറ്റില്ല, വായിൽ വെച്ച് തരാൻ പറ്റും. അങ്ങനത്തെ കാര്യം. ആ പ്രിൻസിപ്പിൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നത്തേക്ക് മാത്രം. നാളെ രാവിലെ ഇട്ടിട്ട് ഞാൻ ഈ സെയിം പ്രയർ ഡെയിലി നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോ പയ്യെ സ്വഭാവം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര ചൂടായിരുന്നു. ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. ആ ആളിന്ന് ഞാൻ ഇങ്ങനെ ആവണമെങ്കിൽ ആ പ്രാക്ടീസ്, ആ ഒരു ഇതിന്റെ ഗുണം തന്നെയാ. ഇപ്പൊ റേക്കി പഠിച്ചിട്ട് ഒരാൾക്ക് റിസൾട്ട് വരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ആൾക്ക് ക്ഷമയില്ല, ആൾ ഇതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ജസ്റ്റ് റേക്കി പ്രാക്ടീസ് മാത്രമായിരിക്കും. പാലിക്കേണ്ട പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക എനിക്ക് നല്ലത് വരണം. ഇപ്പോഴത്തെ ആൾക്കാരുടെ പ്രത്യേകത എനിക്ക് നല്ലത് വരണം, അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? ഞാൻ പൈസ തരാം, എല്ലാം നന്നാക്കാൻ പറ്റും, എനിക്ക് എഫേർട്ട് എടുക്കാൻ വയ്യ, ഞാൻ തിന്നാലാണ് എന്റെ വിശപ്പ് മാറുള്ളൂ. അപ്പൊ അതൊരു ചിന്ത വേണം. അങ്ങനെയാണ്. മാജിക് അല്ല, ഇതൊക്കെ സയൻസ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാതും സയൻസുമായിട്ട് ബന്ധമുണ്ട്. നമ്മൾ അതിനെ ആകർഷിക്കുകയാണല്ലേ, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് പോലെ തന്നെ. റേക്കിലല്ല, അത് നന്ദിയാണ്. ഗ്രാറ്റിറ്റ്യൂഡാണ്. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴായാലും എനിക്കത് തന്ന അനുഗ്രഹിച്ചതിന് നന്ദി എന്നാ പറയണേ. നമ്മളുടെ പ്രാർത്ഥന രീതിയിൽ പോലും മാറ്റം വന്നാൽ മതി നമ്മളുടെ ലൈഫ് മാറാനായിട്ട്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് പരാതി പറയാനാ. അമ്പലത്തിൽ പോയിട്ട് പരാതിയാ പറയണേ, എന്റെ കടം മാറ്റി തരണേ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പ്രശ്നം തരണ, ഞാൻ എപ്പോഴും വരുന്നില്ലേ, ഏതോ ഭഗവാന് വേണ്ടിട്ട് നമ്മൾ പോകണം. അല്ല, അത് ഞാൻ പറഞ്ഞപ്പോഴാ, ഞാൻ പണ്ടൊരു അമ്പലത്തിൽ പോയി നിന്നിട്ട്
ഭഗവാനെ തെറി പറഞ്ഞിട്ടുണ്ട്. എന്നാ വിഷയം കയ്യിൽ നിന്ന് പോയി പാളി ഇന്ന് സീനായിട്ടിരിക്കുക. ഞാൻ എന്നിട്ട് പറഞ്ഞു, നാണം ഉണ്ടോ നിങ്ങൾക്കൊക്കെ? ഇത്രയും നാള് ഞാൻ കൊണ്ടുതന്ന പൈസ എത്ര രൂപയ്ക്ക് ഞാൻ പൂ മേടിച്ചു തന്നിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഊടുപാടാ അവിടെ അലമ്പാക്കി. പിന്നീടാണ് മനസ്സിലായത്, നമ്മൾ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് തന്നെ കിട്ടുള്ളൂ. പോസിറ്റീവ് എത്ര പോസിറ്റീവ് കൊടുത്തോ അത്രത്തോളം പോസിറ്റീവ് നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താണോ അതായിരിക്കണം നല്ലത് അല്ലേ? നമ്മള് ഭഗവാനോട് പോയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ പറയാം. ഇപ്പൊ എനിക്ക് ഒരു സാമ്പത്തികമായ പ്രശ്നമുണ്ട്, നമ്മൾ പോയിട്ട് കടം മാറ്റി തരാനല്ല പറയേണ്ടത്. എനിക്ക് സമ്പദ് സമൃദ്ധി തന്ന അനുഗ്രഹിക്കണ ഭഗവാനെ, അല്ലെങ്കിൽ തന്നതിന് നന്ദി, അങ്ങനെ പറയാം. ഉള്ള കാര്യങ്ങൾക്ക് ആദ്യം നമ്മൾ നന്ദി പറയാൻ പഠിക്കണം. നമ്മൾ അതൊന്നും കാണില്ല, നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം കാണുള്ളൂ. എന്നിട്ട് അതിന് കംപ്ലൈന്റ് പറയാം. ഞാനേ ഈ മാനിഫെസ്റ്റേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് മേടിച്ചത് ഒരു ഐഫോണാണ്. ഐഫോൺ, അതായത് ഞാനൊരു 4 മാസമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് അവസാനം ഒരു ഐഫോൺ ഓർമ്മ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പല കാര്യങ്ങളും മേടിച്ചു. അവസാനമായിട്ട് മേടിച്ച സംഭവമാണ്, മേടിച്ചതല്ല സാധിച്ചെടുത്ത ഒരു കാര്യമാണ് ഇപ്പൊ ശ്രീജി ചേച്ചി എൻ്റെ കൂടെ ഇരുന്ന് വർത്താനം പറയുന്നത്. അതാണ് മാനിഫെസ്റ്റേഷൻ. അങ്ങനെ ഓരോരോ പരിപാടികൾ ഞാനിങ്ങനെ മാനിഫെസ്റ്റേഷൻ, ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന മാനിഫെസ്റ്റേഷൻ വർക്ക്ഔട്ട് ആവില്ല. ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുമ്പോൾ അത് തെറ്റുകൾ ഉണ്ടാവുമല്ലോ. പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളിലേക്ക് വരാൻ തുടങ്ങി. അത് യൂണിവേഴ്സായിട്ട് നമുക്ക് കണക്ഷൻ തന്നുകൊണ്ടിരിക്കും. അതായത് ഇപ്പം നമുക്ക് ഇന്ന ആളെ കാണണം എന്ന് നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ ഇന്ന ആളെ അത് വേറെ കാര്യം. അങ്ങനെ അപ്പം ഇത് ഇപ്പം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇതിപ്പോ പ്രണയിക്കുന്നവരും ഇത് നോക്കേണ്ട ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവോ? പ്രണയിക്കുന്നവർ എന്നെ കുറെ പേര് വിളിക്ക്, എനിക്ക് ആ കുട്ടീനെ സെറ്റാക്കി തരാമോ, ഇയാളെ സെറ്റാക്കി തരോ, ഇഷ്ടം പോലെ വശീകരിച്ച് തരോ. ഇതൊന്നും നമുക്ക് റേക്കിയില് പറ്റില്ല. അത് ഞാൻ ആദ്യം തന്നെ പറയാം. ഞാനിപ്പോ ക്രിസ്റ്റല് കൊടുക്കുമ്പോൾ അവര് പറയും എനിക്ക് ആ പെൺകുട്ടിക്ക് ഇന്നാളെ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പറയാം, ഞാൻ നിങ്ങൾക്ക് ക്രിസ്റ്റല് എനർജൈസ് ചെയ്ത് തരും. പക്ഷെ ഞാൻ അവിടെ ഇന്റൻഷൻ വെക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണർ, നിങ്ങൾക്ക് ചേരുന്ന ആ രീതിയിൽ എനിക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. ചിലപ്പോ നിങ്ങൾ പറയുന്ന പെൺകുട്ടി ചിലപ്പോ നിങ്ങൾക്ക് നല്ലതായിരിക്കണം എന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒരു സംഭവം ഉണ്ടാവും. നമ്മൾക്ക് അനുകൂലമായ ഏറ്റവും നല്ല പാർട്ട്ണർ വരുന്ന രീതിയിൽ ഞാൻ എനർജൈസ് ചെയ്തു തരാം. എനിക്ക് അല്ലാണ്ട് എന്റെ അടുത്ത് ഇന്ന ആളെ കിട്ടണം എന്ന് പറഞ്ഞ് ദയവായിട്ട് വരരുത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ വശീകരണം ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഇല്ല, റേക്കിയില് നമുക്ക് ഒരിക്കലും നെഗറ്റീവായിട്ട് ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അത് ചെയ്ത് കൊടുക്കുന്നതും ഇപ്പൊ വേറെ ഏത് എനർജി ഉപയോഗിച്ചിട്ടാണെങ്കിലും അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് ഉള്ള ആളുടെ പിണക്കമൊക്കെ മാറ്റാൻ പറ്റും. അത് നമുക്ക് അതിന് നിങ്ങൾ കുറച്ച് കാര്യങ്ങളും ചെയ്യണം. നമ്മളുടെ ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങൾ മാറ്റാനുണ്ട്. ഫോർഗിവ്നെസ് പ്രയർ അങ്ങനത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യാം. അപ്പൊ തന്നെ അത് മാറിക്കോളും. അങ്ങനെയൊക്കെ. അല്ലാണ്ട് ഈ വശീകരണവും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല. അതിനൊക്കെ നമുക്ക് കർമ്മ വരും. അത് പോരാണ്ട് നമുക്കിപ്പോ ഒരാളോട് നല്ല പ്രണയം തോന്നി, എനിക്ക് ആ പെൺകുട്ടീനെ തന്നെ കിട്ടണം. അത് കഴിഞ്ഞിട്ട് ഇയാള് ലൈഫിൽ വന്ന് അത് കഴിഞ്ഞിട്ടുള്ള ലൈഫ് നല്ലതാവണമെന്നില്ല. അത് എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതി എന്നായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുമ്പോ എനിക്ക് ഏറ്റവും നല്ല പാർട്ട്ണറെ ഇപ്പൊ ഈ അമ്മമാര് വിളിക്കും, മോന്റെ കല്യാണം എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടണേ. അപ്പൊ ഞാൻ പറയും, ഇങ്ങനെയല്ല അമ്മ വിചാരിക്കേണ്ടത്, എന്റെ മോന് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടണേന്ന് വേണം പ്രാർത്ഥിക്കാന്. എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിഞ്ഞിട്ട് അത് പ്രശ്നമുള്ള അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എപ്പോഴും നമ്മൾക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ധാരണ വേണം എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. മനസ്സിലായോ? ഇപ്പൊ ജോലി ആയാലും എനിക്ക് സമാധാനത്തോടെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റണ ജോലി, നല്ല സാലറി ഉള്ളത്, എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക് കിട്ടണേ, നല്ല സാലറിയോട് കൂടിയിട്ട്, അങ്ങനെ വേണം മാനിഫെസ്റ്റ് ചെയ്യാൻ.